നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴോ അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ SPF അപ്ലൈ ചെയ്തിരിക്കണം. ഈ ലിപ് ബാം എന്ന് പറയുന്നത് SPF പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ലിപ് ബാം എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. ഈ ഫ്രാഗ്രൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒരു ഫ്രാഗ്രൻസ് കൂടെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. ഇപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ, നെയിൽ പോളിഷ്, പിന്നെ നെയിൽ കട്ടർ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഗ്രൂമിംഗ് കിറ്റിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. നമ്മുടെയൊക്കെ കയ്യിലുണ്ടാകുന്ന ഒന്നാണ് ഗ്രൂമിംഗ് കിറ്റ്. ഇനി അതില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഗ്രൂമിംഗ് കിറ്റ് അത്യാവശ്യമാണ്. ചില ആൾക്കാർ ഈ ഗ്രൂമിംഗ് കിറ്റിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത്, എന്നാൽ ചില ആൾക്കാർ ഗ്രൂമിംഗ് കിറ്റിൽ ആവശ്യമുള്ളത് പോലും വെക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഗ്രൂമിംഗ് കിറ്റിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1 SPF. അതായത് ഈ SPF എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂമിംഗ് കിറ്റിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴോ അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ SPF അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഒരു ഡേ ഔട്ടിനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ SPF എന്തായാലും വെച്ചിരിക്കണം. കാരണം ഒരു 2-3 hours കഴിയുമ്പോൾ നമ്മൾ വീണ്ടും SPF അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ സെക്കൻഡ് വൺ ആണ് ലിപ് ബാം. ഈ ലിപ് ബാം എന്ന് പറയുന്നത് SPF പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ലിപ് ബാം എന്തായാലും അപ്ലൈ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ഡേ ടൈമിലാണെങ്കിൽ SPF ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ ലിപ്പിൽ നല്ലപോലെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ്, പിഗ്മെൻറ്റേഷൻ, അതുപോലെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ ആണ് ബോഡി ലോഷൻ. നമ്മുടെ ഫേസിനും ഹെയറിനും ഒക്കെ നമ്മൾ നല്ലപോലെ കെയർ കൊടുക്കാറുണ്ട്, നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ബോഡിയും. നമ്മുടെ ബോഡിയിൽ ചില സമയത്ത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ കയ്യിലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു ഇച്ചിങ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് സ്ക്രാച്ച് ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഡ്രൈ ആയിട്ട് നമ്മുടെ കാലും ബോഡിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അതിന് നമ്മൾ ബോഡി ലോഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡീനെ കുറച്ചും കൂടെ മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ ആണ് ഫ്രാഗ്രൻസ്. ഈ ഫ്രാഗ്രൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒരു ഫ്രാഗ്രൻസ് കൂടെ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോകാൻ റെഡി ആകുമ്പോൾ ഭയങ്കര ഫ്രഷ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി സ്വെറ്റ് ആവും. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിക്ക് നമുക്ക് തന്നെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കുറയും. മറ്റൊരാളോട് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവ് വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് നമ്മുടെ ബോഡിയിലൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, കോൺഫിഡൻസും കൂടും. നെക്സ്റ്റ് വൺ ആണ് ക്ലെൻസർ അല്ലെങ്കിൽ വെറ്റ് വൈപ്സ്. ഇതെന്തായാലും നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നാണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും നമ്മുടെ ഫേസിലൊക്കെ ഡസ്റ്റ് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ക്ലെൻസറോ വെറ്റ് വൈപ്സോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മേക്കപ്പോ അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് റേസറിൻ്റെ ഹൗ ടു ഷേവ്, അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി റേസർ എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകണം, നമ്മൾ സ്ലീവ്ലെസ് ഡ്രസ്സോ അല്ലെങ്കിൽ നീ ലെങ്ത് ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷേവ് ചെയ്യേണ്ട ഒരു അർജൻസി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ റേസർ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ്. ഇനി പറയാൻ പോകുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഗ്രൂമിംഗ് കിറ്റിൽ വെച്ചാൽ മതി. ഗ്രൂമിംഗ് കിറ്റിൽ എന്തായാലും വേണം. ഇനി അതല്ല, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ നെയിൽ പ്രോഡക്ട്സ്, അതായത് ഇപ്പം നെയിൽ പോളിഷ് റിമൂവർ, നെയിൽ പോളിഷ്, പിന്നെ നെയിൽ കട്ടർ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഗ്രൂമിംഗ് കിറ്റിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. നെയിൽ പോളിഷ് റിമൂവർ വേണമെന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോവുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ നെയിൽ പോളിഷ് റിമൂവർ അർജൻറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തിനേലും പോവുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ കളർ നെയിൽ പോളിഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നെയിൽ കട്ടർ, ഈ നെയിൽ നന്നായി ഷാർപ്പ് ചെയ്യാനും എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഈ നെയിൽ കട്ടർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ആണ് ബേസിക് മേക്കപ്പ് പ്രോഡക്ട്സ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ബേസിക് മേക്കപ്പിന് വേണ്ട കാര്യങ്ങൾ മുതൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ഐ പെന്നോ ഐലൈനറോ ലിപ്സ്റ്റിക്കോ പൊട്ട് അങ്ങനെ തുടങ്ങി നമ്മുടേതായ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഗ്രൂമിംഗ് കിറ്റിൽ വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൂമിംഗ് കിറ്റിൽ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് അഖില മാർട്ടിൻ സൈനിങ് ഓഫ്.